ഒരു സിനിമ, വലിയൊരു മാസ് ക്യാൻവാസിലുള്ള വലിയൊരു സിനിമ, ഒരുപാട് ഹിറ്റായ സിനിമ. ആ സിനിമയിൽ ഒരു നിർണായക സമയത്ത് നായകൻ മോഹൻലാലാണ്. നായകൻ ഒരു വലിയ പ്രശ്നത്തിൽപ്പെടുന്നു. ഈ പ്രശ്നത്തിൽപ്പെട്ടതോടുകൂടി അദ്ദേഹത്തെ അതുവരെ സപ്പോർട്ട് ചെയ്തിരുന്ന അദ്ദേഹത്തിൻ്റെ മുതലാളി, അദ്ദേഹത്തിൻ്റെ കുടുംബക്കാർ, നാട്ടുകാർ എല്ലാം ഈ മനുഷ്യനെ തള്ളിപ്പറയുക. ഇനി വരേണ്ടതൊരു പാട്ടാണ്. ആ പാട്ടിൻ്റെ ദൈർഘ്യം എന്ന് പറയുന്നത് വെറും 4 മിനിറ്റാണ്. ഈ 4 മിനിറ്റുള്ള പാട്ടിൻ്റെ സാഹിത്യം കൊണ്ട്, അതിൻ്റെ ട്യൂൺ കൊണ്ടല്ല ഞാൻ പറയുന്നത്, 4 മിനിറ്റ് നായകൻ പാടുന്നൊരു പാട്ട് കഴിയുമ്പോൾ എന്ത് പ്രശ്നമാണോ ഇപ്പോൾ ഉണ്ടായിരുന്നത്, എന്തായിരുന്നോ കോൺഫ്ലിക്റ്റ്, ആ കോൺഫ്ലിക്റ്റിൽ നിന്ന് നായകൻ പുറത്ത് കിടക്കണം. അതായത് ഈ തള്ളി പറഞ്ഞവരൊക്കെ നായകനോ ഇയാൾ തെറ്റ് ചെയ്തിട്ടില്ല കേട്ടോ എന്ന് തോന്നണം. ഇങ്ങനൊരു മുഹൂർത്തം വന്ന് പ്രിയദർശൻ സാറാണ് സംവിധായകൻ. ഇദ്ദേഹം വന്ന് ലിറിക് റൈറ്ററായ ഗിരീഷ് പുത്തഞ്ചേരിയോട് പറയുമ്പോൾ എന്തായിരിക്കും എന്നെപ്പോലത്തെ ഒരു ലിറിക് റൈറ്റർ ആണെങ്കിൽ എടുക്കുന്ന ടെൻഷൻ എന്തായിരിക്കും? അതെങ്ങനെ ശരിയാവണേ? നിങ്ങളുടെ നായകനും വലിയൊരു പ്രശ്നത്തിൽപ്പെട്ടിട്ട് ഞാൻ എഴുതുന്ന പാട്ട് കൊണ്ട് എങ്ങനെയാണ് നായകൻ പ്രശ്നത്തിൽ നിന്ന് പുറത്ത് കിടക്കുന്നത്? നിങ്ങളൊരു സീൻ എടുക്കുന്നത് 2-3 സീൻ എടുത്ത് ചേർത്തിട്ട് പറഞ്ഞ് മനസ്സിലാക്കുക. ഇല്ല, പറ്റില്ല, അവിടെ പാട്ട് വരണമോ? അപ്പോൾ ഞാനെങ്ങനെ എഴുതും? ഇങ്ങനെയൊക്കെ ആയിരിക്കും നമ്മളെപ്പോലത്തെ ആൾക്കാരൊക്കെ ആലോചിക്കുന്നത്. അവിടെയാണ് ലെജൻഡറി ഗിരീഷ് പുത്തഞ്ചേരി എഴുതി വെച്ചത്. കള്ളിപ്പൂങ്കുയിലെ കന്നിത്തേൻമൊഴിയിൽ കാതിൽ മെല്ലെ ചൊല്ലുമോ, കാവതി കാക്കതൻ കൂട്ടിൽ മുട്ടയിട്ടന്നൊരു നാൾ കാനനം നീള നീ പാറിപ്പറന്നൊരു കള്ളം പറഞ്ഞതല്ലേ എന്ന് പറയുന്ന പാട്ട് മനോഹരമായിട്ട് അതിൻ്റെ പല്ലവി അനുപല്ലവി ചരണം കഴിയുമ്പോൾ മോഹൻലാൽ പാടുന്ന പാട്ടാണ്. ആ പ്രശ്നത്തിൽ നിന്ന് നായകൻ പുറത്തു കിടക്കുകയാണ്. ആരാണോ നായകനെ തള്ളി പറഞ്ഞത് അതേ സ്ത്രീ കരഞ്ഞുകൊണ്ട് ഇയാൾ നിരപരാധിയാണെന്ന് പറയുകയാണ്. ഇതാണ് പാട്ടിൻ്റെ സാഹിത്യത്തിൻ്റെ ബലം എന്ന് പറയുന്നത്. ഈ രണ്ടുപേരെ കുറിച്ചും കൂടെ പറയുമ്പോൾ സമകാലീനനായ ഒരാളെക്കുറിച്ച് കൂടെ പറയാതെ ഇത് നിർത്താൻ പറ്റില്ല. കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, അമരം എന്ന് പറയുന്ന സിനിമയിൽ ഈ പറയുന്ന അച്ചുട്ടിക്ക് ഒരു മോള് മാത്രമേ ഉള്ളൂ, ഭാര്യയില്ല. ഏതോ ഒരു സ്ഥലത്ത് വന്ന് ഇങ്ങനെ കുഞ്ഞായിരുന്നപ്പോൾ മുതൽ അവളിങ്ങനെ പോറ്റി വലുതാക്കി. അവളിൽ നിന്ന് 10ാം ക്ലാസ്സിൽ നല്ല മാർക്കൊക്കെ കിട്ടി. പക്ഷേ ഇയാളുടെ കൺവെട്ടത്ത് ആണെങ്കിലും ഇയാൾ പോലും അറിയാതെ അവൾ മറ്റൊരു പുരുഷനുമായി പ്രണയത്തിലാവുന്നു. പയ്യെ അവളുടെ സ്നേഹക്കുറവ് ഇയാൾ അറിയുന്നുണ്ട്. മനുഷ്യൻ ഏറ്റവും പെട്ടെന്ന് തിരിച്ചറിയുന്നത് സ്നേഹമല്ലല്ലോ, സ്നേഹക്കുറവാണല്ലോ. അത് തിരിച്ചറിയുന്നു. സ്വന്തം മകള് കയ്യിൽ നിന്ന് ഒലിച്ചു പോകുന്ന പോലത്തെ ഒരു അവസ്ഥ. ആ സമയത്ത് തിരുമേനി എഴുതി വച്ചിരിക്കുന്നതാണ്, വെൺനുര വന്ന് തലോടുമ്പോൾ തടശീല അലിയുകയായിരുന്നോ. വെൺനുര, മകളെ ആയിട്ടാണ് പറയുന്നത്. വെൺനുര വന്ന് തലോടിയപ്പോൾ തടശീല, കടൽ ഭിത്തി എന്നൊക്കെ നമ്മളിന്ന് പറയും. അത്രയും വലിയ പാറക്കല്ല് പോലത്തെ ഈ മനുഷ്യൻ അലിഞ്ഞില്ലാതായിപ്പോയി എന്ന് പറയുന്നത്. ഞാനറിയാതെ നിൻ പൂമിഴിത്തുമ്പിൽ കൗതുകമുണരുകയായിരുന്നു, എന്നിളം കൊമ്പിൽ നീ പാടാതിരുന്നെങ്കിൽ ജന്മം പാഴ്മരമായി പോയേനെ. ഇത്ര മനോഹരമായിട്ടാണ് ആ ഒരു മനുഷ്യൻ്റെ ചുറ്റുപാടുകൾ ഒരു കവി എഴുതി വച്ചിരിക്കുന്നത്. അപ്പോൾ അത്രയേറെ സാധ്യതകളിലേക്ക്, അത്രയേറെ മനുഷ്യൻ എത്ര നാൾ കഴിഞ്ഞും ഓർത്തിരിക്കുന്ന ഓർമ്മകൾ, കുറേ മുഹൂർത്തങ്ങളിലേക്കും, കുറേ എന്താ പറയുക, നമ്മൾ തനിച്ചായി പോയി എന്ന് തോന്നുന്ന ചില സമയത്തൊക്കെ ആരോ നമ്മളെ ഒന്ന് ഷോൾഡറിൽ പിടിക്കുന്ന പോലത്തെ വരികൾ എഴുതി വയ്ക്കാനൊക്കെയുള്ള ഒരു വിശാലമായിട്ടുള്ള വിഹായസ് പോലത്തെ മേഖലയാണ് ഈ പാട്ടെഴുത്തെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ പാട്ടെഴുത്തിനോട് ഇപ്പോഴും അടങ്ങാത്ത പ്രേമവും. ഇതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഞാൻ അറിയാതെ ഇങ്ങനെ വരികൾ അനർഗളമായിട്ട് ഒഴുകി വരുന്നതും ഇതിനോടുള്ള പ്രേമം കൊണ്ട് തന്നെയാണ്. എനിക്ക് ഒരു ഫീൽ ഗുഡ് ഡയറക്ടർ എന്ന് പറഞ്ഞ് ഒരു മേൽവിലാസം ഉണ്ടാക്കി തന്ന സിനിമയാണ് സൺഡേ ഹോളിഡേ. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് ഭാഗ്യമായി കാണുന്ന ഒരു കാര്യമാണ് ആ ഒരു സിനിമ ചെയ്യാൻ പറ്റിയെന്ന് പറയുന്നത്. എല്ലാ സംവിധായകർക്കും അവരുടെ എല്ലാ സിനിമയും പ്രിയപ്പെട്ട സിനിമകളാണെന്ന് പറയും. പക്ഷെ എനിക്ക് സൺഡേ ഹോളിഡേ പ്രത്യേകിച്ച് എൻ്റെ മറ്റ് സിനിമകൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ കളക്ട് ചെയ്ത സിനിമ ചോദിച്ചാൽ ഓഫ് കോഴ്സ് തലവനാണ് ഏറ്റവും ലേറ്റസ്റ്റ് പടം. പക്ഷേ അതല്ല, എവിടെ വെച്ച് ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് വെച്ച് മലയാളികൾ കാണുമ്പോഴും എന്നോട് പേഴ്സണലി പറയുന്നത് ഈ സൺഡേ ഹോളിഡേ ഞങ്ങൾ എത്ര തവണ റിപ്പീറ്റ് ചെയ്യണമെന്ന് അറിയാവോ എന്നൊക്കെ ചോദിക്കും. ഇപ്പോഴും എല്ലാ ശനിയും ഞായറും ഏതെങ്കിലും എല്ലാ ആഴ്ചയിലും എന്ന് പറഞ്ഞു വേണം ഇതിങ്ങനെ ചാനലിൽ വന്നുകൊണ്ടേയിരിക്കും. അത്രയും ആൾക്കാർക്ക് ഹൃദ്യമാണ് ആ സിനിമയുടെ ഓരോ മൊമെൻറ്റും ഓരോ മുഹൂർത്തങ്ങളും. അപ്പോൾ ആ സിനിമയിൽ എനിക്ക് കിട്ടിയ ഭാഗ്യം എന്ന് പറയുന്നത് ഇതിൻ്റെ കഥാകൃത്തുക്കൾ 2 പേരാണ് കഥ എഴുതിയിരിക്കുന്നത്. തിരക്കഥയും സംഭാഷണവും സംവിധാനവുമാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് രസകരമായി തോന്നിയൊരു കാര്യം,
ഇതിൽ ഈ ശ്രീനിയേട്ടൻ അവതരിപ്പിക്കുന്ന കഥാപാത്രം, ലാൽ ജോസ് അവതരിപ്പിക്കുന്ന കഥാപാത്രം ആശാ ശരത്ത്, പിന്നെ ആസിഫ് അലി, അപർണ ബാലമുരളി, സിദ്ദിഖ്, ധർമ്മച്ചൻ, അങ്ങനെ പോകുന്നു. KPS ലളിത ചേച്ചി, കരമന സുധീർ, ഇങ്ങനെ പോകുന്നൊരു ലൈനപ്പാണ്. അപ്പോൾ ഇവരൊക്കെ, ആസിഫ് അലി ഓൾറെഡി ഡേറ്റ് തന്നിട്ടുണ്ട്. ബാക്കിയുള്ളവരുടെ ഡേറ്റ് കിട്ടും എന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. ഡേറ്റ് കിട്ടില്ല എന്ന് തോന്നുന്ന ഒരേ ഒരാൾ ശ്രീനിവാസൻ സാറാണ്. കാരണം നമുക്കറിയാം പുള്ളി വളരെ സെലക്റ്റീവ് ആണെന്നും കൃത്യമായി ഒത്തിരി സിനിമകൾ എഴുതി വിജയിപ്പിച്ചിട്ടുള്ള ആളാണെന്നും ഒരു സിനിമയുടെ കഥ കേട്ടാൽ ഒരുപാട് സജഷൻസും അഭിപ്രായങ്ങളും ഇങ്ങോട്ട് പറയാൻ പറ്റുന്ന ഒരാളാണ്. അപ്പോൾ എൻ്റെ പേടി, ഈ ശ്രീനിയേട്ടൻ എങ്ങാനും നോ പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? കാരണം ആ സിനിമ കണ്ടാൽ നിങ്ങൾക്കറിയാം, ലാൽ ജോസ് സാറിൻ്റെ കഥാപാത്രം ഒരു ആശുപത്രിയിൽ അഡ്മിറ്റ് ആവുന്നു. ആ ആശുപത്രിയുടെ ICUവിൻ്റെ ഉള്ളിലേക്ക് ഒരാൾ കടന്നു കയറിയിട്ട് ആ കിടക്കുന്ന സംവിധായകൻ്റെ അടുത്ത് ഒരു കഥ പറഞ്ഞ് കേൾപ്പിക്കുക. അത് വേറെ ഏതൊരു നടൻ ചെയ്താലും നമുക്കത് ഏച്ചുകെട്ടലായിട്ട് ഫീൽ ചെയ്യും. കാരണം കുറച്ച് വാചകം അടിക്കാനുണ്ട്. ഇപ്പോൾ ലാൽ ജോസ് സാർ ചോദിക്കുന്നുണ്ട്, എടോ ഇന്നൊരു ഞായറാഴ്ചയല്ലേ, ഒടേ തമ്പുരാൻ പോലും വിശ്രമിച്ച ദിവസം എന്ന് പറയുമ്പോൾ ഇമ്മീഡിയറ്റ്ലി ഇയാളുടെ മറുപടി, അങ്ങനെ വിശ്രമിക്കുന്നതിനിടയിൽ ഒടേ തമ്പുരാൻ്റെ ചെവിയിൽ ആരെങ്കിലും വന്നൊരു കഥ പറഞ്ഞിട്ടില്ലെന്ന് സാറിന് ഉറപ്പുണ്ടോ? സാറിന് പറയാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ തറുതല പറയുന്ന ഒരാളായിരിക്കണം, എന്നാൽ അതിനകത്തൊരു നർമ്മം ഉണ്ടാവണം. ഇപ്പോൾ ഫിലോസഫി പറയുമ്പോൾ പോലും പാറ പൊട്ടിക്കുന്ന എങ്ങനെയാണ്? ചുറ്റുകൊണ്ട് 1 അടിച്ചു, 2 അടിച്ചു, 3 അടിച്ചു, 4 അടിച്ചു, പൊട്ടിയില്ല. ചിലപ്പോൾ 50ാമത്തെ അടി കൊണ്ടായിരിക്കും പാറ പൊട്ടാൻ പോകുന്നത്. അപ്പോൾ പാറ എങ്ങനെയാണ് പൊട്ടിയെന്ന് ചോദിച്ചാൽ എന്ത് പറയും? 50ാമത്തെ ഒറ്റടി കൊണ്ടാണ് പൊട്ടിയെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ഒരു ദിവസം ഏത് പാറയും പൊട്ടും. അന്ന് എൻ്റെ പേരും കാണാം അബ്രപാളിയിൽ, കഥ, തിരക്കഥ, സംഭാഷണം, സംവിധാനം ഉണ്ണി മുകുന്ദൻ എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുന്ന ഒരാളായിരിക്കണം. അതിന് ഞാൻ ആലോചിച്ചിട്ട് ശ്രീനിയേട്ടനല്ലാതെ മറ്റൊരാൾക്കും ഇത് ഫലിപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ആസിഫിൻ്റെ അടുത്ത് പറഞ്ഞു, ആസിഫ് ഇദ്ദേഹം എങ്ങാനും നോ പറഞ്ഞാൽ ഇത് ഈ പ്രൊജക്റ്റ് മാറ്റി വയ്ക്കുക, അല്ലെങ്കിൽ അത്രയും ആ ലെയർ എടുത്ത് മാറ്റുക, അത് മാത്രമേ പറ്റുള്ളൂ. ഓക്കെ. അപ്പോൾ ആസിഫ് എന്നെ പറഞ്ഞില്ലടോ, പുള്ളി നോ പറയില്ല, പുള്ളിക്ക് ഇഷ്ടപ്പെടും, ഇത്രയും നല്ല കഥയല്ലേ, നല്ല ഓമനത്തുള്ളൊരു കഥയല്ലേ എന്ന് പറഞ്ഞു. അങ്ങനെ ആ വേർഡ് ആസിഫ് ഉപയോഗിച്ചു, ഓമനത്തുള്ളൊരു കഥയല്ലേ. ശരി, അങ്ങനെ ശ്രീനിയേട്ടനെ വിളിക്കുന്നു. ശ്രീനിയേട്ടൻ പറയുന്നു, ഇന്ന ദിവസം ഇത്രാം തീയതി ഒരു വ്യാഴാഴ്ച 4 മണിക്ക് വൈക്കത്ത് അമ്പലത്തിനടുത്തുള്ള ഇന്ന ഒരു വീട്ടിലിരുന്ന് ഞാൻ എഴുതുന്നുണ്ട്, അവിടെ വരിക, 4 മണിക്ക് എത്തുക. അപ്പോൾ ശരി, എത്തിയേക്കാം. അങ്ങനെ രാവിലെ ഞാനൊരു ആർട്ട് ഫിലിമിൻ്റെ മീറ്റിങ്ങിന് പോയി. അത് കാലടിയിലാണ്. അവിടെ ചെന്ന് ആ മീറ്റിംഗ് കഴിയാൻ അല്പം വൈകി. അവിടെ നിന്ന് ഞാൻ നേരെ പിടിപ്പിച്ച് വൈക്കത്തേക്ക് പോവാണ്. 1.5 മണിക്കൂർ യാത്രയുണ്ട്. വൈക്കത്ത് ചെന്നപ്പോൾ 4:45. അപ്പോൾ എനിക്ക് പേടിയായി. കാരണം ഞാൻ ഗേറ്റിൻ്റെ അവിടെ കുറേ നേരം ബെല്ലടിച്ചിട്ട് ആരും തുറക്കുന്നില്ല. വിശാലമായ മുറ്റമുള്ളൊരു വലിയ ബംഗ്ലാവാണ്. ശ്രീനിയേട്ടൻ്റെ ഏതോ ഒരു കൂട്ടുകാരൻ്റെ വീടാണ്. കുറേ നേരം ബെല്ലടിച്ചപ്പോൾ ഒരാൾ ഉള്ളിൽ നിന്ന് ഇറങ്ങി വന്നു. ഒരു വീട് നോക്കുന്ന ഒരു കെയർ ടേക്കറെ പോലത്തെ ഒരാൾ വന്നിട്ട് ഒന്ന് വാല് വന്നു. ആരാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇങ്ങനെ ശ്രീനിയേട്ടൻ വരാൻ പറഞ്ഞുകൊണ്ടാണെന്ന്. ഓ, നിങ്ങളാണ് 4 മണിക്ക് വരുമെന്ന് പറഞ്ഞത്? ഇപ്പോൾ 5 മണിയായല്ലോ, സാറാകെ മുഷിഞ്ഞിരിക്കുകയാണ് കേട്ടോ. അറിയില്ല. അപ്പോൾ നമ്മുടെ കംപ്ലീറ്റ് ഒരു എന്താ പറയുക, കംപ്ലീറ്റ് ഒരു കോൺഫിഡൻസ് പോയി. ചെല്ലുന്നു, ശ്രീനിയേട്ടൻ പതുക്കെ ഇങ്ങനെ ഇറങ്ങി വരുന്നു. വളരെ ദേഷ്യം. കാരണം ശ്രീനിയേട്ടനെയും ഞാൻ അതുവരെ പരിചയപ്പെട്ടിട്ടില്ല, ഒരു ആർട്ട് ഫിലിം പോലും പുള്ളി വെച്ച് എടുത്തിട്ടില്ല. വളരെ സീരിയസ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നു. ഞാൻ എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ പറഞ്ഞു, സാർ ഞാൻ വെയിറ്റ് ചെയ്യാം. സാർ വെയിറ്റ് ചെയ്യണ്ട, തനിക്ക് തന്നിരുന്ന സമയം എത്രയാണ്? അപ്പോൾ ഞാൻ ആകെ പരിങ്ങി. ഞാൻ പറഞ്ഞു, സാർ 4 മണിയായിരുന്നു, ഇപ്പം എത്രയായി? ഞാൻ 5:05. പുള്ളി എന്തെങ്കിലും പറയാൻ തുടങ്ങും മുമ്പ് നമ്മളുടെ ടിപ്പിക്കൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉണ്ടല്ലോ, ഞാൻ പറഞ്ഞു, അതെ എനിക്ക് കാലടിയിൽ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു, ആ മീറ്റിംഗ് തീരാൻ വൈകി. താൻ പോകാൻ വൈകി കാണും. ഇമ്മീഡിയറ്റ്ലി മറുപടി അതാ, താൻ പോകാൻ വൈകി കാണും, അതുകൊണ്ടായിരിക്കും തീരാനും വൈകിയത്. അപ്പോൾ ഞാനിങ്ങനെ ചിരിച്ച് പരിങ്ങി. അല്ല ശ്രീനേട്ടാ, ട്രാഫിക്കും ബ്ലോക്കൊക്കെ ഉണ്ടാവും, അല്ലാണ്ട് ശ്രീനിവാസനെ കാണാൻ പോകണമെന്ന് പറയുമ്പോൾ റോട്ടിലുള്ള വണ്ടിയൊന്നും മാറി തരില്ല. അതെല്ലാം അതിജീവിച്ചിട്ട് വേണം 4 മണിക്ക് എത്താൻ. ഞാൻ എന്ത് പറഞ്ഞാലും ശ്രീനേട്ടൻ സമ്മതിക്കുന്നില്ല. ഇങ്ങനെ നിൽക്കുന്നു. അപ്പോൾ ഞാനിങ്ങനെ എന്നോട് ക്ഷമിക്കണം, ഈ മൂഡ് വെച്ചുകൊണ്ട് കേൾക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ മറ്റൊരു ദിവസം വന്ന് പറയാനും ഞാൻ റെഡിയാണ്. പക്ഷേ ശ്രീനേട്ടൻ ഈ കഥ ചെയ്യണം, അതുകൊണ്ടാണ്. എൻ്റെ കുഴപ്പം കൊണ്ട് ഒന്നും സംഭവിക്കരുത്. ഇല്ലില്ല, കുഴപ്പമൊന്നുമില്ല, റിപ്പീറ്റ് ചെയ്യരുത്, സമയം പറഞ്ഞ സമയത്ത് എത്താൻ നോക്കണം. തീർച്ചയായിട്ടും ചേട്ടാ എത്തിക്കോളാം, എൻ്റെ മിസ്റ്റേക്കാണ്. ശരി, കഥ പറയൂ. നമ്മൾ ശ്രീനേട്ടാ, ഞാൻ ചുരുക്കിയും പറയാം, വലുതാക്കിയും പറയാം. വലുതാക്കി പറയാൻ എത്ര സമയം വേണം? 1.5 മണിക്കൂർ. അപ്പോൾ വലുതാക്കി പറയൂ. ശരി, താൻ എങ്ങനെയാണോ കൺസീവ് ചെയ്തത് അതുപോലെ പറയൂ. ഞാൻ ഇരുന്ന് സൺഡേ ഹോളിഡേയുടെ കഥ ഇങ്ങനെ പറയാണ്. ഇങ്ങനെ പറഞ്ഞു പോകുന്നു. അപ്പോൾ ഇദ്ദേഹം എഴുതി വെച്ച സിനിമകളൊക്കെ നമ്മുടെ തലയിലുണ്ടല്ലോ. ഇത്രയും ഹിറ്റുകൾ എഴുതിയ മനുഷ്യനാണ്. ആ മനുഷ്യനോടാണ് ഞാനിരുന്ന് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.
അപ്പോൾ ഒരു വികാരവും ഇദ്ദേഹത്തിൻ്റെ ഫേസിൽ വരുന്നില്ല, ഒരു വികാരവും, ഒരു ചിരി വരുന്നില്ല, ഒരു ഇമോഷണൽ സീൻസ് പറയുമ്പോൾ അതിൻ്റെ ഇമോഷൻസ് ഒന്നും വരില്ല. പ്ലെയിനായിട്ട് ഇങ്ങനെ നിർവികാരനായിട്ട് കേട്ടുകൊണ്ടിരിക്കുക ഇങ്ങനെ. അപ്പോൾ എൻ്റെ കംപ്ലീറ്റ് കോൺഫിഡൻസ് പോകുന്നു. അപ്പോൾ ഈ പറഞ്ഞ് പകുതിയായപ്പോൾ തന്നെ എനിക്ക് ഉറപ്പാണ് ഇദ്ദേഹം പറയാൻ പോകുന്നത് നോയാണ്. ഇത് ഒരു തർക്കവും ഇല്ല കാര്യത്തിൽ. എങ്ങനെങ്കിലും പറഞ്ഞ് അവസാനിപ്പിച്ച് ഇവിടുന്ന് രക്ഷപ്പെടുക എന്നുള്ളതാണ്. അലാസ്ക, റൊമേനിയ, ഓസ്ട്രിയ, സ്ലോവാക്യ, ഫുക്കറ്റ് 5 രാജ്യങ്ങളിൽ നിന്നുള്ള അപൂർവ സുന്ദരമായ അനേകം കാഴ്ചകൾ ഫുൾ HDയിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 99544422 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. അങ്ങനെ നേരെ കഥ മൊത്തം പറഞ്ഞു കഴിഞ്ഞ് ഞാനിങ്ങനെ ഇരിക്കുന്നു. പതുക്കെ സ്ക്രിപ്റ്റ് ഞാൻ അടച്ചു വയ്ക്കുന്നു. പുള്ളി ഇങ്ങനെ ശ്രീനേട്ട എന്ത് തോന്നി, ഇതെപ്പോഴാണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതെപ്പോഴാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ശ്രീനേട്ടന് ഇത് ഇഷ്ടമായോ, പിന്നെ ഇഷ്ടമാവണ്ടാണോ ചെയ്യാൻ പോകുന്നത്? അപ്പം മൈക്കോട്ടെ താനെന്താ വിചാരിച്ചത് എനിക്കിഷ്ടാവില്ലെന്നോ? നമ്മൾ അല്ല, ശ്രീനേട്ടൻ്റെ മുഖഭാവത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായത് എനിക്ക് ശ്രീനേട്ടൻ വർക്കായിട്ടില്ല എന്നുള്ളത്. പിന്നെ താൻ പറയുന്ന ഈ തമാശയൊക്കെ ഞാൻ അവിടുന്ന് പൊട്ടിച്ചിരിക്കാൻ പോകല്ലേ, അതൊന്നുമില്ല. ചിരിയും തമാശയൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്, അതൊക്കെ, അത് തിയേറ്ററിൽ ചിരിക്കട്ടെ, ഇവിടെ ഞാൻ ചിരിക്കേണ്ട ചിരിയല്ലല്ലോ ചിരി, സിനിമ ഞാൻ ചെയ്യാം. ശ്രീനേട്ട ഒത്തിരി സന്തോഷമായി, സീരിയസ്ലി ഞാൻ വിശ്വസിച്ചോട്ടെ. എടോ തന്നോടൊരു നുണ പറയാൻ മാത്രം, താൻ എൻ്റെ പെങ്ങളുടെ മോനൊന്നും അല്ലല്ലോ, തന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ചെയ്യാമെന്ന് പറയാനായിട്ട്. വളരെ സ്നേഹം കൊണ്ട് സന്തോഷമായിട്ട് തന്നെ പറഞ്ഞാടോ ഇത് ചെയ്യാമെന്ന്. താൻ ഡേറ്റ് എടുത്തോളൂ, മറ്റുള്ളവരുടെയൊക്കെ ഡേറ്റ് നോക്കിയിട്ട് എന്നോട് പറഞ്ഞാൽ മതി കേട്ടോ, നമുക്ക് ചെയ്യാം, എനിക്ക് ഇഷ്ടപ്പെട്ടു, കഥ എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമ്മൾ ശ്രീനേട്ട ഈ കോപ്പി കൂടെ വെച്ചോട്ടെ, ശ്രീനേട്ടൻ എന്തെങ്കിലും വെട്ടാനോ തിരുത്താനോ ഒന്നും വേണ്ട, ഇത് തൻ്റെ സിനിമയാണ്, തൻ്റെ സിനിമ താൻ കൺസീവ് ചെയ്ത പോലെ നടക്കണം. എന്തെങ്കിലും മേജർ മിസ്റ്റേക്സ് താൻ കാണിക്കുമ്പോൾ ഞങ്ങൾ പറഞ്ഞോളാം. എനിക്ക് എൻ്റെ ദൈവമേ ഒരു പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമായിരുന്നു. അവിടെ നിന്ന് അങ്ങ് ചാടിയിട്ട് എന്തോ ഒരു വലിയ MBBS പാസ്സായ പോലത്തെ ഒരു അവസ്ഥയായിരുന്നു എൻ്റെത്. ചാടി കയറി ഞാൻ ആസിഫിനെ വിളിച്ച് അലറി, എടാ അളിയ ശ്രീനേട്ടന് പടം ഇഷ്ടപ്പെട്ടറാ. അതായത് ശ്രീനേട്ടൻ സിനിമ ചെയ്യാമെന്ന് സമ്മതിച്ച് ഈ സിനിമ നടക്കും എന്നുള്ളതല്ല, അതല്ല സന്തോഷം. ഇത്രയും വലിയൊരു ലെജൻഡറി റൈറ്റർക്ക് എൻ്റെ തിരക്കഥ ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നത് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമായിരുന്നു. അങ്ങനെ ഈ സിനിമ തുടങ്ങുന്നു. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, ഒരു ഹോസ്പിറ്റലിൽ വെച്ചിട്ടാണ് ഇവരുടെ സീൻ ഷൂട്ടിംഗ് തുടങ്ങുന്നത്. ശ്രീനേട്ടൻ വന്നുകൊണ്ടിരിക്കുന്നു, വെൽക്കം ചെയ്യാൻ കാരവൻ്റെ അടുത്ത് ഞാൻ ഉണ്ടാവണമെന്ന് പ്രൊഡക്ഷൻ കൺട്രോളർ പറയുന്നു. ഞാൻ ഓടിപ്പോയി കാരവൻ്റെ അടുത്ത് നിൽക്കുന്നു. ശ്രീനേട്ടൻ വന്ന് ഇറങ്ങുന്നു. ലാൽജോ സാർ ഓൾറെഡി കാരവൻ്റെ അകത്തുണ്ട്. ഞാൻ ശ്രീനേട്ടനെ കൈ ഷേക്ക് ഹാൻഡ് കൊടുത്ത് നേരെ കാരവൻ്റെ അകത്തേക്ക് കൊണ്ടുപോയിരുത്തുന്നു. ശ്രീനിവാസനും സാറും ലാൽജോ സാറും പരസ്പരം കാണുന്നു. അവർ വെറുതെ കണ്ട് പൊട്ടിച്ചിരിക്കുന്നു. രണ്ടുപേരും കണ്ടതും രണ്ടുപേരും കൂടെ പൊട്ടിച്ചിരിക്കുന്നു. അപ്പോൾ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, ഇവർ രണ്ടുപേരും കണ്ടതും അങ്ങ് ചിരിക്കുകയാണ് കുറേ നേരം. അപ്പോൾ തന്നെ ഞാനും അതിൻ്റെ കൂട്ടത്തിൽ എന്താണെന്ന് മനസ്സിലാവാതിരിക്കും. അപ്പോൾ തന്നെ ലാൽജോ സാർ പറഞ്ഞു, ഞാനിങ്ങനെ അഭിനയിക്കണം എന്നുള്ള ആഗ്രഹത്തിൽ നടക്കുന്ന ഒരാളല്ലല്ലോ, പക്ഷെ ഞാനിത് ചെയ്യാമെന്ന് തീരുമാനിച്ചത് ശ്രീനേട്ടൻ്റെ കൂടെ കോമ്പിനേഷൻ ആണെന്ന് അറിഞ്ഞുകൊണ്ടാണ് ഞാനിത് ഓക്കെ പറഞ്ഞു. കഥ കേട്ടതും ഞാൻ ഓക്കെ പറഞ്ഞു ജിസിൻ്റെ അടുത്ത്, അത് ശ്രീനേട്ടൻ്റെ കൂടെയുള്ള കോമ്പിനേഷൻ ആയതുകൊണ്ട് മാത്രമാണ്. അപ്പോൾ ശ്രീനേട്ടൻ ഇങ്ങനെ പറഞ്ഞു, ഞാനും അതെ, തൻ്റെ കൂടെയുള്ള കോമ്പിനേഷൻ ആയത് മാത്രമാണ് ഞാനും ഇത് ഓക്കെ പറഞ്ഞത്. അപ്പോൾ ലാൽജു സാർ സീരിയസ് ആയിട്ട്, ശരിക്കും അതെ, ഒരു പ്രതിസന്ധിയിൽ നിന്നും ഓടി ഒളിക്കാൻ ഞാൻ തയ്യാറല്ല എന്ന് പറയുന്നു. വീണ്ടും അവർ രണ്ടുപേരും കൂടെ ചിരിക്കുന്നു, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വാരിയതാണ്. അങ്ങനെയാണ് ഇതിൻ്റെ ഷൂട്ടിങ് തുടങ്ങുന്നത്. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ, ഒരു മികച്ച സംവിധായകനെ ഞാൻ അഭിനയിപ്പിക്കുന്നു, ഒരു മികച്ച ലെജൻഡറി റൈറ്റർ നമ്മൾ ഏതെല്ലാം രീതിയിൽ അദ്ദേഹത്തെ വാഴ്ത്തിയിട്ടുണ്ടോ അത്രയും വലിയ രണ്ടുപേരെ ഞാൻ ഫ്രെയിമിൽ നിർത്തി അഭിനയിപ്പിക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന, ഞാൻ പഠിക്കുന്ന ഒത്തിരി സിനിമാ സംബന്ധിയായ പാഠങ്ങളുണ്ട്. അത് കൂടാതെ ഒരു മനുഷ്യൻ കാത്തു സൂക്ഷിക്കേണ്ട ഹ്യൂമിലിറ്റി എന്താണ്, ഒരു പ്രൊഡക്ഷനിൽ എങ്ങനെ ബിഹേവ് ചെയ്യേണ്ടത്, ഗ്രൗണ്ടഡ് ആയിട്ട് ആൾക്കാരോട് എങ്ങനെ നിൽക്കേണ്ടത്, എങ്ങനെ സംസാരിക്കേണ്ടത്, എങ്ങനെയാണ് ഇടപഴകേണ്ടത്, ഡീൽ ചെയ്യേണ്ടത് എന്നുൾപ്പെടെ സിനിമയുടെ പുറത്തുള്ള സിലബസ്. അതിനുപക്ഷെ ഒരു സിനിമാകാരൻ എന്നുള്ളൊരു ചലച്ചിത്രകാരൻ എന്നതിനപ്പുറം ഒരു മനുഷ്യനെന്ന രീതിയിൽ ഒരു വ്യക്തിയെ കൂടുതൽ വിജയിപ്പിക്കാൻ ആവശ്യമായ കുറേ രസചേരുവകൾ ഞാൻ പഠിച്ചിട്ടുള്ള ഒരു സിനിമയാണ് സൺഡേ ഹോളിഡേ. അങ്ങനെ അതിൻ്റെ ഷൂട്ടിംഗ് മനോഹരമായിട്ട് നടക്കുന്നു. വരിക്കാശ്ശേരി മനയിൽ ഒരു ദിവസത്തെ ഷൂട്ടിങ്ങാണ്. അപ്പോൾ ആ ഒരു ദിവസത്തെ ഷൂട്ടിംഗ് കൂടിയുണ്ട്. ആ ദിവസം ശ്രീനേട്ടൻ്റെ ഷൂട്ടിംഗ് കഴിയുകയാണ്. ശ്രീനേട്ടൻ ഈ സിനിമ കഴിയുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ സ്വന്തം വീട്ടിലേക്ക് കയറി വരുന്നു. ഇദ്ദേഹത്തിൻ്റെ അച്ഛൻ ബാൻഡ് സെറ്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ വെച്ച് അച്ഛനെ കാണുന്നു. അച്ഛനോട് പറയുന്നു, അച്ഛാ സംവിധായകൻ എൻ്റെ സിനിമ ചെയ്യാമെന്ന് പറഞ്ഞ അച്ഛാ എന്ന് പറയുമ്പോൾ
അച്ഛനൊരു മറുപടി പറയണം. ഈ സീൻ ഞാൻ എടുത്തു കഴിഞ്ഞു, ലൈറ്റ് പോകാമെന്നു, 5:45 ഒരു 10 മിനിറ്റ് കൂടെ കഴിഞ്ഞ് ലൈറ്റ് പോകും. ഈ സീൻ എടുത്തു കഴിഞ്ഞപ്പോൾ എനിക്കറിയാം ഇതിനകത്ത് എന്തോ ഒന്നും കൂടെ വരാനുണ്ട്, എന്തോ ഒന്നും കൂടെ വന്നാലേ ഈ സീൻ ഫിനിഷ് ആവുള്ളൂ. കാരണം പടത്തിൻ്റെ ക്ലൈമാക്സ് ആണ് അത്. ഒരു സംവിധായകന് കിട്ടുന്ന ഒരു കോളാണത്. ഞാൻ പതുക്കെ ശ്രീനേട്ടനെ മാറ്റി എടുത്തിട്ട് പറഞ്ഞു, ശ്രീനേട്ടാ ഈ സീനിൽ എന്തോ ഒന്നും കൂടെ വരാനില്ലേ എന്ന് ചോദിച്ചു. ഒന്നും വരാനില്ല, ഇത് ഓക്കെ ആണല്ലോ എന്ന്. നമ്മൾ ശ്രീനേട്ട ഒന്ന് സ്പോട്ട് എഡിറ്റിംഗ് ഉള്ളതുകൊണ്ട് ഒന്ന് കണ്ടു നോക്കൂ, എന്തോ ഒന്നും കൂടെ വരാനുള്ള പോലെ എനിക്ക് തോന്നുന്നു. ഇല്ലടോ ഒന്നുമില്ല, ഇതൊക്കെയാണ് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, വേറെ എന്തെങ്കിലും ഷോട്ട് എടുക്കാറുണ്ടോ, ലൈറ്റ് പോകുന്നു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇല്ല ഞാൻ എല്ലാം എടുത്തു, ഇത്രയേ ഉള്ളൂ. ഞാൻ കൺഫ്യൂഷൻ അടിച്ചിരിക്കുക. ഇനി എനിക്ക് പാക്കപ്പ് എന്ന് വിളിച്ചാൽ മതി. ഈ പാക്കപ്പ് എന്ന് വിളിച്ചാൽ ഈ ഫുൾ യൂണിറ്റ് നാളെ എറണാകുളത്തിന് തിരിച്ചു പോരണം. പാലക്കാട് വരിക്കാശ്ശേരി മനയിൽ നിന്ന് എറണാകുളത്തിന് തിരിച്ചു പോരണം. എനിക്കത് വിളിക്കാൻ പറ്റുന്നില്ല. ഞാൻ പതുക്കെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ശ്രീനേട്ടൻ ചോദിച്ചു, എന്താടോ പ്രശ്നം, എന്താണ്? നമ്മൾ ശ്രീനേട്ട എനിക്ക് എന്തോ ഒന്നും കൂടെ എഴുതണം എന്നുണ്ട്, പക്ഷെ അതെന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, എനിക്കറിയില്ല, എന്തോ ഒരു വാക്ക് വരാനുണ്ട്, എന്തോ ഒരു വാചകം വരാനുണ്ട്. പുള്ളി പറഞ്ഞു, എടോ ഇപ്പം നമ്മൾ എന്താ ചെയ്യുക, എനിക്കാണെങ്കിൽ ഇന്ന് കൊച്ചിയിൽ എത്തണമല്ലോ. അപ്പം ഞാൻ പറഞ്ഞു, ശ്രീനേട്ട നമുക്ക് പാക്കപ്പ് വിളിക്കാം, എനിക്ക് കൃത്യമായ ക്ലാരിറ്റി ഇല്ലല്ലോ എന്ന്. അവിടെയാണ് ഒരു ഫിലിം മേക്കറുടെ ഒപ്പം നിൽക്കേണ്ട ഒരു ആർട്ടിസ്റ്റിൻ്റെ അയാളുടെ എല്ലാ തിരക്കുകളും മാറ്റി വെച്ചിട്ട് ഈ ഫിലിം മേക്കർക്ക് എന്തോ പറയാനുണ്ട്, അയാളുടെ ഒപ്പം ഞാൻ നിൽക്കണമല്ലോ എന്ന് പറയുന്നൊരു കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. അപ്പോൾ അതൊക്കെ എന്നോട് പറയുന്നു, പ്രൊഡ്യൂസർ ഓക്കെ ആയിരിക്കുമോ, താനിപ്പോൾ നാളെയും കൂടി ഷൂട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ? ഞാൻ പറഞ്ഞു, അത് ഞാൻ എങ്ങനെയെങ്കിലും സമ്മതിപ്പിച്ചോളാം, ഇന്ന് രാത്രി ഇരുന്ന് എങ്ങനെയെങ്കിലും എഴുതാം ശ്രീനേട്ടാ. അങ്ങനെയാണെങ്കിൽ ഞാൻ വീട്ടിലേക്ക് വിളിച്ച് പറയാം ഞാൻ ഇന്ന് വരുന്നില്ല എന്ന്. താനപ്പോൾ അത്യാവശ്യം ആൾക്കാരെ മാത്രം നിർത്തിയിട്ട് ബാക്കിയുള്ളവർക്ക് വിട്ടോളൂ, നാളെ രാവിലെ തന്നെ ഈ ലൈറ്റ് മാച്ച് ചെയ്യണമല്ലോ, അപ്പോൾ ടോപ്പ് ലൈറ്റ് ആവുന്നതിന് മുമ്പ് നമുക്ക് എടുക്കാം. അപ്പോൾ താൻ രാത്രിക്ക് തനിക്ക് തോന്നുന്നല്ല എഴുതിക്കോ, ഏതാണ് മികച്ചതെന്ന് നമുക്ക് രാവിലെ ഇരുന്ന് ഞാനൊരു 6:30 ആകുമ്പോൾ ഞാനും വരാം, ഏതാ വേണ്ടതെന്ന് നമുക്ക് ഒരുമിച്ച് തീരുമാനിക്കാം. ശരി ചേട്ടാ. അങ്ങനെ ആ ദിവസം കൂടെ ഞങ്ങൾ പാലക്കാട് ക്യാമ്പ് ചെയ്യാണ്. പ്രൊഡ്യൂസർ എൻ്റെ വളരെ നല്ല സുഹൃത്താണ്, മാക്ട്രോ പിക്ചേഴ്സ്. അവർ വളരെ വോൾ ഹാർട്ടഡ്ലി, പിന്നെന്താ സിനിമയ്ക്ക് വേണ്ടിയിട്ടല്ലേ, ക്ലൈമാക്സ് അല്ലേ, നമ്മൾ അങ്ങനെയൊക്കെ ഒന്നും കോംപ്രമൈസ് ചെയ്യേണ്ട, ഭംഗിയായിട്ട് നടക്കട്ടെ. ഒരു വാചകത്തിന് വേണ്ടിയിട്ട് ആലോചിക്കുന്നുണ്ട്, വെറും ഒരു വാചകം, ഒറ്റ വാചകത്തിന് വേണ്ടി ദ എൻറ്റയർ ക്രൂ പാലക്കാട് ക്യാമ്പ് ചെയ്യാണ്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ എത്തി. ഞാൻ എന്തൊക്കെയോ കുറേ എഴുതിയിട്ടുണ്ട്, അതൊക്കെ ശ്രീനേട്ടൻ്റെ ഇരുന്ന് വായിക്കുന്നു. പുള്ളി ഇങ്ങനെ ഒരു വാചകം നോക്കിയിട്ട് ചിരിക്കുന്നു. 8-9 വാചകങ്ങൾ ഞാൻ എഴുതിയിട്ടുണ്ട്, ABC എന്നൊക്കെ പറഞ്ഞിട്ട്. പുള്ളി പറഞ്ഞു, ഇതിൽ ഞാൻ പറയുന്ന ഒന്നും വേണ്ടോ, ഈ അച്ഛൻ പറയുന്ന ഒറ്റ വാചകം മാത്രം മതി, ഇതാണ് താൻ പറഞ്ഞതിൽ ഇന്നലെ മിസ്സിംഗ് ആയി തോന്നുന്നത്. ഇത് വന്നപ്പോഴാണ് ഇതിൻ്റെ വാല്യൂ മനസ്സിലാവുന്നത്, ഇതുണ്ടെങ്കിലേ ഈ പടം ഫിനിഷ് ആവുള്ളൂ. അച്ഛാ ആ സിനിമ ചെയ്യാമെന്ന് ആ സംവിധായകൻ സമ്മതിച്ചു അച്ഛാ എന്ന് ശ്രീനേട്ടൻ പറയുമ്പോൾ, കലാശാല ബാബുവാണ് അച്ഛൻ്റെ കഥാപാത്രം അഭിനയിച്ചിരിക്കുന്നത്. കലാശാല ബാബു പറയുന്നുണ്ട്, ശരിയാടാ മോനെ, ഭാവനയോടൊപ്പം ജീവിത യാഥാർത്ഥ്യങ്ങളും കൂടെ ചേരുമ്പോഴാണ് ഒരു സിനിമ നല്ല സിനിമയാവുന്നത്. ചെല്ല് പോയിട്ട് അമ്മയോട് പറ, ഇതാണ് സംഭവം, ഇത്രയേ ഉള്ളൂ, ഒരൊറ്റ വാചകം. പുള്ളി പറഞ്ഞു, ഇതാണ് ജിസേ മിസ്സിംഗ് ആയി തോന്നിയത്, ഇതുണ്ടെങ്കിലേ ബാക്കി എന്ത് പറഞ്ഞാലും ആ കണക്ഷൻ വരുള്ളൂ. അങ്ങനെ ഞങ്ങളതവിടെ ഷൂട്ട് ചെയ്യുന്നു. ഭയങ്കര സന്തോഷമായിട്ട് രാവിലെ തന്നെ പാക്കപ്പായി. 10 മണിയായപ്പോഴത്തേക്കും ഷൂട്ട് കംപ്ലീറ്റ് കഴിഞ്ഞു. പിരിയുന്നു. സൺഡേ ഹോളിഡേ തിയേറ്ററിൽ വരുന്നു. സൺഡേ ഹോളിഡേ ഒരു വൻ ഹിറ്റായിട്ട് മാറുന്നു. എല്ലാവരും അപ്രീഷിയേറ്റ്, തിയേറ്ററുകാരും ഒക്കെ എൻജോയ് ചെയ്തൊരു വലിയ ഹിറ്റായിട്ട് മാറുന്നു. ഞാനും ആസിഫ് അലി അപർണയും കൂടെ തിരുവനന്തപുരത്തേക്ക് പ്രൊമോഷൻസിന് വണ്ടി ഓടിച്ചു പോകുമ്പോൾ വിനീത് ശ്രീനിവാസൻ എന്നെ വിളിക്കുകയാണ്. ഞാൻ ഫോൺ എടുത്തു. ഞാൻ വിനീതെ, ആസിഫും അപർണയും കൂടെയുണ്ട്, സ്പീക്കറിൽ ഇട്ടോട്ടെ? ഓയ്യോ ഇട്ടോളൂ. ഞാൻ പറഞ്ഞു, പറയൂ. ജിസേട്ടാ ഒത്തിരി സന്തോഷം, ഒരുപാട് കോളുകൾ അച്ഛന് വരുന്നുണ്ട്. അച്ഛനിപ്പോൾ സജീവമായി സിനിമ ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ പണ്ട് ഞങ്ങൾ സജീവമായി അച്ഛൻ സിനിമ ചെയ്തിരുന്ന സമയത്ത് കണ്ടിരുന്നത്, ഓരോ സിനിമ ഇറങ്ങപ്പെടും നിരന്തരം വീട്ടിലേക്ക് കോളാണ്, ഇങ്ങനെ കോൾ വന്നുകൊണ്ടേയിരിക്കും. പക്ഷേ ഇപ്പോൾ കുറച്ച് നാളായിട്ട് അച്ഛൻ സിനിമ ചെയ്യാത്തതുകൊണ്ട് തന്നെ അത്തരം കോളുകളില്ല, മിസ്സിംഗ് ആണ്. സൺഡേ ഹോളിഡേ ഇറങ്ങി കഴിഞ്ഞപ്പോൾ അത്തരം കോളുകൾ, അച്ഛനെ വിളിച്ചുകൊണ്ടിരുന്ന ആൾക്കാരൊക്കെ തിരിച്ച് വിളിക്കാൻ തുടങ്ങി. അച്ഛൻ അതിൻ്റെ ഒരു സന്തോഷത്തിലാണ്. അപ്പോൾ ഞാൻ ജിസേട്ടന് അതിൻ്റെ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കാൻ വേണ്ടി വിളിച്ചതാണ്. പിന്നെ ജിസേട്ട ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, നിങ്ങളെപ്പോഴോ വരിക്കാശ്ശേരി മനയിൽ ഷൂട്ട് ചെയ്തിട്ട് അന്ന് രാത്രി അച്ഛനെ വിടാതിരുന്നൊരു ദിവസം ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഓർമ്മയുണ്ട്. ആ ദിവസം അച്ഛൻ ഉറപ്പായിട്ടും വീട്ടിൽ വരാമെന്ന് പറഞ്ഞ ദിവസമാണ്, ഞാനും ധ്യാനം വീട്ടിലുള്ള ദിവസമാണ്, ഒരുമിച്ച് ഡിന്നർ കഴിക്കാമെന്ന് പറഞ്ഞ ദിവസമാണ്. ആ ദിവസം അച്ഛന് വരാൻ പറ്റില്ല എന്ന് അച്ഛൻ 7 മണിക്ക് എന്നെ വിളിച്ചു പറഞ്ഞു. എന്നിട്ട് പിറ്റേ ദിവസമാണ് ഞങ്ങൾ ആ ദിവസം എന്താണോ ചെയ്യാൻ വെച്ചിരുന്നത് അതെല്ലാം നെക്സ്റ്റ് ഡേ ആണ് ചെയ്തത്. ഞങ്ങൾ ഉച്ചയ്ക്ക് ലഞ്ച് കഴിച്ചുകൊണ്ടിരുന്ന സമയത്ത് അച്ഛൻ പറഞ്ഞു,
ഞാൻ ഇന്നലെ ഷൂട്ടിന് പോയ സിനിമയുണ്ടല്ലോ, ആ സിനിമ ഒരു ഓടുന്ന സിനിമയായിരിക്കും എന്ന് വിനീത് ശ്രീനിവാസനോട് പറഞ്ഞു തന്നു. വിനീത് പറഞ്ഞു, അന്നേ അച്ഛൻ പറഞ്ഞിരുന്നു, നിങ്ങളൊരു ഏതോ ഒരു വാക്കിന് വേണ്ടി അല്ലേ, ഒരു വാചകത്തിന് വേണ്ടി ഒരു ദിവസമൊക്കെ എടുത്തപ്പോൾ അച്ഛൻ അന്നേ പറഞ്ഞു അത്ര ഇൻവോൾവ്മെൻ്റ് ഒരു സിനിമയിൽ കാണിക്കുന്നുണ്ടെങ്കിൽ അതൊരു ഓടുന്ന സിനിമയായിരിക്കും എന്നുള്ളത്. അപ്പോൾ പിന്നീട് ഒരു വലിയ മാധ്യമം ഈ സിനിമ ഹിറ്റായി കഴിഞ്ഞപ്പോൾ അതിൻ്റെ സപ്ലിമെൻറ്റ് പേജിൽ, സൺഡേ സപ്ലിമെൻറ്റ് പേജിൽ, ബാക്ക് പേജിൽ ഫുൾ എൻ്റെ ഒരു ഇൻ്റർവ്യൂ ആയിരുന്നു. അന്ന് അവരിട്ട വാചകവും അതായിരുന്നു, ഓടുന്ന പടത്തിൻ്റെ സംവിധായകൻ. ആ മേലങ്കി ഒരു ബ്ലെസ്സിങ് ആണ്, അതൊരു എൻകറേജ്മെൻറ്റ് മാത്രമാണ്, ഒരിക്കലും വേറെ ഒരു രീതിയിലും അതിനെ ധരിക്കേണ്ട കാര്യമേ ഇല്ല. അത് തന്നത് മലയാളത്തിൻ്റെ എക്കാലത്തെയും പ്രിയപ്പെട്ട ദ വൺ ആൻഡ് ഓൺലി ശ്രീനിവാസനാണ്. അതിന് എന്നും ഞാൻ ദൈവത്തോടും അദ്ദേഹത്തോടും കടപ്പെട്ടവനാണ്. ഞങ്ങൾ നേരെ സിദ്ദിഖ് കക്കയുടെ കാരവണിലേക്ക് ചെല്ലുന്നു. അദ്ദേഹം അവിടെ ഇരുത്തി. അദ്ദേഹം നമുക്ക് ഒരുമിച്ച് കഴിക്കാം, നിങ്ങൾ ഒറ്റയ്ക്ക് കഴിച്ചങ്ങനെ ശരിയാവുന്നത്. ഞങ്ങൾ 3 പേരും കൂടി ഇരുന്ന് ഇക്കയുടെ കാരവണിലിരുന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒത്തിരി കഥകൾ ചിരിച്ച് വയറുവേദന എടുക്കുന്ന തരത്തിലുള്ള കഥകളാണ് ഇക്ക പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ സിനിമയുടെ മൊത്തം കഥയൊന്ന് പറയാമെന്ന് ചോദിച്ചു. ചെയ്തുകൊണ്ടിരിക്കുന്നത് മൊത്തം കഥ പറഞ്ഞു. വളരെ വാലിഡ് ആയിട്ടുള്ള കുറേ സജഷൻസ് ആ ലഞ്ച് ടൈമിൽ അദ്ദേഹം പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോൾ അദ്ദേഹം അറിയാതെ പറയുന്നൊരു കാര്യം, അത് ഞാനും ആസിഫും ഇപ്പോഴും അണ്ടർലൈൻ ചെയ്ത് ഇൻവേർട്ടഡ് കോമയിലിട്ട് മനസ്സിലും ഹൃദയത്തിലും സൂക്ഷിച്ചിട്ടുണ്ട്.